മഹാവിഷ്ണു തൻ്റെ മുൻ അവതാരമായ വരാഹാവതാര സമയത്ത് ദുഷ്ടനായ ഹിരണ്യാക്ഷനെ വധിച്ചു. തന്മൂലം ഹിരണ്യാക്ഷൻ്റെ മൂത്ത സഹോദരനും അസുര രാജാവുമായിരുന്ന ഹിരണ്യകശിപു ഭഗവാൻ മഹാവിഷ്ണുവിനെ വെറുക്കുകയും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പ്രത്യേക ശക്തികൾ നേടുന്നതിനായി ഹിരണ്യകശിപു വർഷങ്ങളോളം കഠിന തപസ്സു ചെയ്തു. അതിനുശേഷം ഹിരണ്യകശിപുവിൻ്റെ ആവശ്യപ്രകാരം ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് വരം നൽകി. ഹിരണ്യകശിപു ആവശ്യപ്പെട്ട വരം ഇതായിരുന്നു: ഒരു വാസസ്ഥലത്തിനകത്തു വെച്ചോ പുറത്തു വെച്ചോ, രാത്രി സമയത്തോ പകൽ സമയത്തോ, ഭൂമിയിലോ ആകാശത്തിലോ പാതാളത്തിലോ വെച്ച് തന്നെ വധിക്കരുത്. മനുഷ്യനോ മൃഗമോ ദേവനോ അസുരനോ തന്നെ കൊല്ലരുത്. ആയുധം കൊണ്ട് തന്നെ വധിക്കരുത്. ജീവനുള്ളതോ അല്ലാത്തതോ ആയ വസ്തുവിൽ നിന്നും തനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു ജീവജാലത്തിൽ നിന്നും മരണം സംഭവിക്കരുത്. ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് വരം നൽകി. വരബലത്താൽ ശക്തനായി തീർന്ന ഹിരണ്യകശിപു വിഷ്ണു ഭക്തരെ ദ്രോഹിക്കാൻ തുടങ്ങി. സഹോദരനായ ഹിരണ്യാക്ഷനെ പോലെ ഹിരണ്യകശിപുവും ദേവലോകം ആക്രമിച്ച് കീഴടക്കി ദേവന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കി. ഇതിൽ ദുഃഖിതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. താൻ ഉടനെ പ്രശ്നപരിഹാരം നടത്തിക്കൊള്ളാമെന്ന് ഭഗവാൻ ദേവന്മാർക്ക് വാക്ക് നൽകി. ഇതിനിടയിൽ ഹിരണ്യകശിപുവിന് ഒരാൺകുഞ്ഞു പിറന്നു, പ്രഹ്ലാദൻ. തികഞ്ഞ വിഷ്ണുഭക്തനായിട്ടാണ് പ്രഹ്ലാദൻ വളർന്നത്. ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ പ്രഹ്ലാദൻ ഗുരുവടക്കം അവിടെയുള്ള എല്ലാവരെയും തികഞ്ഞ വിഷ്ണുഭക്തരാക്കി മാറ്റി. ഈ സമയം ഹിരണ്യകശിപു തൻ്റെ രാജ്യത്ത് വിഷ്ണു പൂജ നിരോധിച്ചു. ആരും മഹാവിഷ്ണുവിനെ പൂജിക്കരുതെന്നും തന്നെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നും ആജ്ഞാപിച്ചു. നിയമം ലംഘിച്ച നിരവധി പേർ വധശിക്ഷയ്ക്ക് വിധേയരായി. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ തൻ്റെ പുത്രൻ ശത്രുവിനെ ഭജിക്കുന്നത് അസഹനീയമായി തോന്നിയ ഹിരണ്യകശിപു അവനെ വധിക്കാൻ പല രീതിയിലും ശ്രമിച്ചു. എന്നാൽ ഭഗവത് കൃപ മൂലം തദവസരങ്ങളിലെല്ലാം അവൻ രക്ഷപ്പെട്ടു. പൂർവാധികം കോപിഷ്ഠനായ ഹിരണ്യകശിപു ഒരു ദിവസം സന്ധ്യയ്ക്ക് "എവിടെ നിന്റെ ഭഗവാൻ?" എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് വീണ്ടും പ്രഹ്ലാദനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഭഗവാൻ തൂണിലും തുരുമ്പിലും സർവ്വതിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. ഹിരണ്യകശിപു അടുത്തു കണ്ട ഒരു തൂൺ കാണിച്ച് "ഇതിലും നിന്റെ ഭഗവാൻ ഉണ്ടോ?" എന്ന് അഹന്തയോടെ ചോദിച്ചുകൊണ്ട് തൻ്റെ ഗദ ഉപയോഗിച്ച് തൂണിലടിച്ചു. ആ നിമിഷം ഉഗ്രരൂപനായ നരസിംഹമായി ഭഗവാൻ മഹാവിഷ്ണു തൂണു പിളർന്ന് പുറത്തു വന്നു. വരത്തിൽ പറഞ്ഞതുപോലെ പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്തായിരുന്നു നരസിംഹാവതാരം. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുണ്ടായിരുന്ന നരസിംഹം തന്മൂലം മനുഷ്യനോ ദേവനോ മൃഗമോ അല്ലായിരുന്നു. ഹിരണ്യകശിപുവിനെ എടുത്തുകൊണ്ടുപോയ ഭഗവാൻ അയാളെ തൻ്റെ മടിയിൽ കിടത്തി കയ്യിലെ നഖങ്ങൾ ഉപയോഗിച്ച് മാറു പിളർത്തി കൊന്നു. കൊട്ടാരത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ വരത്തിൻ്റെ മറ്റ് നിബന്ധനകളും പാലിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചിട്ടും കോപമടങ്ങാതെ നിന്ന ഭഗവാന്റെ മുന്നിൽ ചെല്ലാൻ ദേവഗണങ്ങളെല്ലാം മടിച്ചപ്പോഴും ധൈര്യത്തോടെ തൻ്റെ ഭഗവാന്റെ മുന്നിലേക്ക് സ്തുതിഗീതങ്ങളുമായി ചെന്ന പ്രഹ്ലാദനെ കണ്ട് ശാന്തരൂപനായി മാറിയ നരസിംഹസ്വാമി തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഭക്തരെ ദുരിതക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഏതുപായത്തിലൂടെയും ഭഗവാൻ എത്തിച്ചേരുമെന്ന സന്ദേശം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ഭഗവാനോട് കൂടുതൽ ചേർന്ന് നിൽക്കൂ. ഭഗവാന്റെ അനുഗ്രഹം ഒരു രക്ഷാകവചമായി എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാവരെയും നരസിംഹസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.